നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവല്ലത്ത് ഷഹാന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായ 3 പേർ പിടിയിൽ. ഭർത്താവ് നൌഫൽ, ഭർത്താവിന്റെ അച്ഛൻ സജിം, ഭർത്തൃ മാതാവ് സുനിത എന്നിവരാണ് പിടികൂടിയത്. ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്നാണ് ഷഹന ആത്മഹത്യ ചെയ്തത്. പ്രതികൾ 1 മാസമായി ഒളിവിലായിരുന്നു. ഇവർക്ക് പോലീസ് സംരക്ഷണം നൽകിയെന്ന നേരത്തെ ആരോപണമുണ്ടായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെയും ഇവർ തമിഴ്നാട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിൽ നിന്നും ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളടക്കമുള്ളവ മലയാളി വാർത്തയ്ക്ക് ലഭിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇവരെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷഹനയെ ആശുപത്രിയിൽ വെച്ചുവരെ ഭർത്തൃമാതാവ് മർദ്ദിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു. ഷഹനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ തിരുവല്ലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. 2020-ലായിരുന്നു നൌഫൽ ഷഹന ദമ്പതികളുടെ വിവാഹം. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണ് വിവാഹം നടന്നത്. പിന്നീട് ഷഹനയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി പോരാ എന്ന് പറഞ്ഞ് നൌഫലിന്റെ ഉമ്മ അടക്കമുള്ള ബന്ധുക്കൾ നിരന്തരം പരിഹസിക്കുകയായിരുന്നുവെന്ന് ഷഹനയുടെ ബന്ധുക്കൾ പറയുന്നു. പരിഹാസം പിന്നെ പീഡനമായി മാറുകയായിരുന്നു. നൌഫൽ ഇത് തടഞ്ഞിരുന്നില്ല എന്നും ഷഹനയുടെ കുടുംബം ആരോപിക്കുന്നു. ഇതിനിടെ നൌഫലിന്റെ ചികിത്സയ്ക്കായി പോയ സമയത്ത് ഷഹാനയെ ആശുപത്രിയിൽ വെച്ച് നൌഫലിന്റെ ഉമ്മ മർദ്ദിച്ചതായി കുടുംബം പരാതി പറയുന്നു. ഇതോടെ ഷഹാന സ്വന്തം വീട്ടിലേക്ക് താമസം മാറി വരികയായിരുന്നു. അതിനിടെ വീട്ടിലെത്തിയ നൌഫൽ വീട്ടിൽ നടക്കുന്ന സഹോദരന്റെ മകന്റെ പിറന്നാൾ ചടങ്ങിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഷഹാന കൂട്ടാക്കിയില്ല. തുടർന്ന് 1.5 വയസ്സുള്ള മകനുമായി വീട്ടിലേക്ക് പോയ നൌഫൽ അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തിയില്ല എങ്കിൽ ഷഹനയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു. പിന്നാലെയാണ് മുറിയിൽ കയറി വാതിലടച്ച് ഷഹന ആത്മഹത്യ ചെയ്തത്. പോത്തൻകോട് പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് ഷഹനയുടെ ബന്ധുക്കളുടെ മൊഴി എടുത്തിരുന്നു. എന്തായാലും തുടർന്ന് വലിയ രീതിയിലുള്ള അന്വേഷണം നടന്നിരുന്നു. പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ 3 പേരെയും പിടികൂടിയിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഷഹനയുടെ ഭർത്താവിന്റെ സഹോദരൻ, ഉമ്മ, വാപ്പ തുടങ്ങി 4 പേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നേരത്തെ ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന കാർ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതികളെ 4 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വലിയ പ്രതിഷേധമായിരുന്നു ബന്ധുക്കളടക്കമുള്ളവർ എടുത്തിരുന്നത്. മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.